ഹലോ ഫ്രണ്ട്സ്, അച്ചാർ ആ പേര് കേട്ടാൽ തന്നെ പലരുടെയും വായിൽ കപ്പലോടാനുള്ള വെള്ളം നിറയും. ഭക്ഷണത്തിന്റെ ഒപ്പം അല്പം അച്ചാറ് കൂടി കിട്ടിയാൽ ഭക്ഷണത്തിന്റെ സ്വാദ് ഇരട്ടിക്കുമെന്ന് കരുതുന്നവരാണ് മിക്ക ഭക്ഷണ പ്രേമികളും, അല്ലെ? ഒരു കാലത്ത് ഗ്രാമീണ ഭക്ഷണങ്ങളിൽ ഒന്നായിട്ട് കരുതിയിരുന്ന അച്ചാർ ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ്. ഇന്ത്യയിൽ നിന്നുള്ള അച്ചാർ ലോകത്തിലെ 54 രാജ്യങ്ങളിലാണ് ഇറക്കുമതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി TV വിവിധ തരം അച്ചാറുകൾ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ അച്ചാറുകളുടെ രുചിക്കുട്ടികളുടെ ലോകത്തേക്ക് പോകാം. നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അച്ചാറുകളാണ് മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ. ഈ രണ്ടച്ചാറുമാണ് നമ്മുടെ വിപണിയിൽ സുലഭമായിട്ടുള്ളത്. എന്നാൽ പലതരത്തിലുള്ള അച്ചാറുകൾ ലോകത്തിലുണ്ട്. ക്യാരറ്റ്, ഉള്ളി, തക്കാളി, കുക്കുംബർ, വെളുത്തുള്ളി, പച്ചമുളക്, റാഡിഷ്, പാവയ്ക്ക, വറ്റൽമുളക്, ബീറ്റ്റൂട്ട്, നെല്ലിക്ക, ക്യാപ്സിക്കം, ക്യാബേജ്, വെണ്ടയ്ക്ക, കോളിഫ്ലവർ, എന്തിനേറെ പറയുന്നു ഇറച്ചിയും മീനും വരെ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അച്ചാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവയ്ക്കൊപ്പം പ്രധാനപ്പെട്ട മറ്റു ചില ചേരുവകളുണ്ട്. ഉപ്പ്, വിനാഗിരി, വെള്ളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ എന്നിവയാണ് അവ. അപ്പോൾ അച്ചാറുകളുടെ നിർമ്മാണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചേരുവകളാണിവ. എല്ലാ അച്ചാറുകളുടെയും നിർമ്മാണം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് 2 അച്ചാറുകളുടെ ഫാക്ടറി പ്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന നോക്കാം. തോട്ടങ്ങളിൽ നിന്നും ഇങ്ങനെ തറയെ വീണ് കേടാകാതെ പറിച്ചെടുത്ത് ശേഖരിക്കുന്ന പച്ച മാങ്ങകൾ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യാൻ എത്തിക്കുന്നതോടെയാണ് അച്ചാർ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. ഫാക്ടറിയിലെത്തുന്ന ഈ പച്ച മാങ്ങകൾ ആദ്യം ശുദ്ധജലത്തിൽ കഴുകിയെടുക്കും. അതിനുശേഷം മാങ്ങകൾ ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കും. ഇത്തരത്തിൽ ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് മാങ്ങയുടെ പുറംതൊലിയിലുള്ള അണുക്കളൊക്കെ ഇല്ലാതാക്കാനായിട്ട് വേണ്ടിയാണ്. ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുന്ന മാങ്ങകൾ ഒരിക്കൽ കൂടി ശുദ്ധജലത്തിൽ കഴുകിയെടുത്ത ശേഷം ഈർപ്പരഹിതമാക്കി ഉണക്കിയെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് അയക്കുന്നു. കഴുകി ഉണക്കിയ മാങ്ങകൾ അടുത്ത ഘട്ടത്തിൽ അച്ചാറിന് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിലും ആകൃതിയിലും കഷ്ണമാക്കുന്ന പ്രക്രിയയാണ് അടുത്തത്. ചെറുകിട അച്ചാർ നിർമ്മാണ സ്ഥാപനങ്ങളിൽ ഈ പ്രക്രിയ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ വൻകിട അച്ചാർ നിർമ്മാണ സ്ഥാപനങ്ങളിൽ മാങ്ങ കഷ്ണങ്ങളാക്കുന്നതും സ്ലൈസിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. അച്ചാർ നിർമ്മിക്കാൻ ആവശ്യമുള്ള അളവുകൾ ഈ സ്ലൈസിംഗ് മെഷീനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മുറിച്ചെടുക്കും. അതിനുശേഷം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ശേഖരിച്ച് അവ അടുത്ത ഘട്ടത്തിലേക്ക് അയക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ മുറിച്ചെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ ഉപ്പുവെള്ളം നിറച്ച ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. മാങ്ങ കഷ്ണങ്ങൾ ഏകദേശം 48 മണിക്കൂറോളം ഇങ്ങനെ ഉപ്പുവെള്ളം നിറച്ച ടാങ്കിൽ കിടക്കും. വീട്ടിൽ അമ്മ അച്ചാറിടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാങ്ങ അച്ചാറിടാനായിട്ട് മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങൾ ഉപ്പ് പുരട്ടിയ ശേഷം കുറച്ചു നേരം അടച്ചു വെച്ച് സൂക്ഷിക്കുന്നത് അതേ പ്രക്രിയ തന്നെയാണത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണോ? അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെ ഫെർമെന്റേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ്. 48 മണിക്കൂറിന് ശേഷം ടാങ്കിൽ നിന്ന് പുറത്തിറക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ആവശ്യത്തിലധികം ഉപ്പ് ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും. അത് അതേപടി അച്ചാർ നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നത് അസാധ്യമാണ്. കാരണം അത്രയും ഉപ്പ് ആർക്കും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ടാങ്കിൽ നിന്ന് പുറത്തിറക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഡീസാൾട്ടിഫിക്കേഷൻ പ്രോസസ്സിങ്ങിന് വിധേയമാക്കും. ടാങ്കിൽ നിന്ന് പുറത്തിറക്കുന്ന മാങ്ങാ കഷ്ണങ്ങളെ പലതവണ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയാണ് അത് സാധ്യമാക്കുന്നത്. അതിനുശേഷം അച്ചാർ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടം ആരംഭിക്കും. ഡീസോൾട്ടിഫിക്കേഷൻ കഴിഞ്ഞെത്തുന്ന മാങ്ങാ കഷ്ണങ്ങളെ ഒരു വലിയ മിക്സി മെഷീനിലേക്ക് നിറയ്ക്കുന്നു. എന്നിട്ട് വെറും മാങ്ങാ കഷ്ണങ്ങളെ സ്വാദുള്ള അച്ചാറാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന മസാലകളും സുഗന്ധവ്യഞ്ജനങ്ങളും മിക്സറിനുള്ളിലേക്ക് കൃത്യമായ അളവിൽ നിക്ഷേപിക്കുന്നു. മസാലയും സുഗന്ധവ്യഞ്ജനങ്ങളും കൃത്യമായ അളവിൽ ചേർത്തില്ല എങ്കിൽ അത് അച്ചാറിന്റെ രുചിയെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. അതിനുശേഷം മിക്സറിലേക്ക് എഡിബിൾ ഓയിലും വിനേഗറും ചേർക്കും. എന്തിനു വേണ്ടിയാണ് വിനേഗർ അഥവാ അസറ്റിക് ആസിഡ് അച്ചാറുകളിൽ ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിട്ട് 2 ഗുണങ്ങളുണ്ടെന്ന് പറയാം. ഒന്നാമത്തത്, വിനേഗർ അച്ചാറിന്റെ സ്വാദ് വർദ്ധിപ്പിക്കുക എന്നതാണ്. അച്ചാർ വളരെ കാലം കേടുകൂടാതെ ഇരിക്കാനായിട്ട് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് വിനേഗർ പ്രവർത്തിക്കുക എന്നത് രണ്ടാമത്തെ ഗുണം. മിക്സർ അതിൽ നിക്ഷേപിച്ച എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടെ അച്ചാർ തയ്യാറാകുകയാണ്. തയ്യാറായ അച്ചാർ മിക്സറിൽ നിന്ന് ഒരു കൺവെയർ ബെൽറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. ആ കൺവെയർ ബെൽറ്റ് നീങ്ങുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ്. പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തുന്നതിന് മുന്നേ അച്ചാറിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തും. പാക്ക് ചെയ്യാനുള്ള ഗുണനിലവാരം അച്ചാറിനുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം അച്ചാറിന്റെ പാക്കിംഗ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. കൺവെയർ ബെൽറ്റ് വഴി ഫില്ലിംഗ് മെഷീനിലെത്തുന്ന അച്ചാറിനെ കൃത്യമായ അളവിൽ ബോട്ടിലിൽ നിറയ്ക്കുന്നു. അച്ചാർ നിറച്ച ശേഷം ബോട്ടിലുകൾ എയർ ടൈറ്റായി അടയ്ക്കുന്നു. അതിനുശേഷം ആഹാര കുപ്പികളിൽ കമ്പനിയുടെ ലേബൽ ചെയ്ത് ബോക്സുകളിൽ നിറയ്ക്കുന്നതോടെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ അച്ചാർ നമ്മുടെ കൈകളിലെത്താൻ റെഡിയാകുകയാണ്. ഇനി നമുക്ക് ഫാക്ടറിയിലെ മറ്റൊരു തരം അച്ചാർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. ഈ അച്ചാർ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വളരെ ഫേമസ് ആയ കുക്കുംബർ അച്ചാറിന്റെ ഫാക്ടറി പ്രോസസ്സാണ് ഇനി. ആ കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുപോകുന്നത് അമേരിക്കയിലെ നോർത്ത് കരോളിന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഒലിവ് പിക്കിൾ കമ്പനിയുടെ ഫാക്ടറിയിലേക്കാണ്.
1926 ആരംഭിച്ച ഈ കമ്പനി അമേരിക്കയിലെ ബെസ്റ്റ് അച്ചാർ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് കേട്ടോ. അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലും ഈ അച്ചാറുകൾക്ക് നല്ല വിപണിയുണ്ട്. ഓരോ വർഷവും കോടിക്കണക്കിന് കിലോഗ്രാം കുക്കുംബറാണ് മൗണ്ട് ഒലിവ് കമ്പനി അച്ചാർ നിർമ്മാണത്തിനായിട്ട് സംഭരിക്കുന്ന കുക്കുംബറിന്റെ 1/3 നോർത്ത് കരോലിനയിലെ കർഷകരിൽ നിന്നാണ് കമ്പനി വാങ്ങുന്നത്. വിവിധ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കുക്കുംബറുകൾ എത്തുന്നത് ഫാക്ടറിയുടെ സംഭരണശാലയിലാണ്. അവിടെ വെച്ച് ഫാക്ടറി ജീവനക്കാർ കുക്കുംബറുകൾ പരിശോധിച്ച് അവയുടെ വലിപ്പവും ഗുണമേന്മയും അനുസരിച്ച് വേർതിരിക്കുന്നു. അതിനുശേഷം കുക്കുംബറുകൾ വലിയ പ്ലാസ്റ്റിക് ബിന്നുകളിൽ നിറച്ച് കമ്പനിയുടെ പ്രോസസിംഗ് പ്ലാന്റിലേക്ക് ട്രക്കുകൾ ഉപയോഗിച്ച് എത്തിക്കുന്നു. ഫാക്ടറിയിലേക്ക് കുക്കുംബർ പ്ലാസ്റ്റിക് ബിന്നുകളിലോ കാർബോർഡ് പെട്ടികളിലോ ബാരലുകളിലോ അല്ലെങ്കിൽ ട്രക്കിൽ ലോഡ് ചെയ്തോ എത്തിക്കാറുണ്ട്. ഫാക്ടറിയിൽ എത്തിക്കുന്ന കുക്കുംബറുകൾ നന്നായിട്ട് കഴുകിയ ശേഷമാണ് ഫാക്ടറികളിലേക്ക് അയക്കുന്നത്. മൗണ്ട് ഒലിവ് ഫാക്ടറിയിൽ എത്തുന്ന കുക്കുംബർ ഉപയോഗിച്ച് 2 വിധത്തിലുള്ള അച്ചാറുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. ഫ്രഷ് അച്ചാർ, പ്രോസസ്ഡ് അച്ചാർ എന്നിവയാണവ. ഫ്രഷ് അച്ചാർ നിർമ്മിക്കാനുള്ള കുക്കുംബർ ഫാക്ടറിയുടെ ഉള്ളിലേക്കും പ്രോസസ്ഡ് അച്ചാർ നിർമ്മിക്കാനുള്ള കുക്കുംബർ ഫാക്ടറിയുടെ 1100 ബ്രെയിൻ അഥവാ ഉപ്പുവെള്ളം നിറച്ച ടാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് അയക്കും. ഈ ടാങ്കുകളിലെ കുക്കുംബറുകൾ നിറയ്ക്കുന്നത് വേനൽക്കാലത്തും അവയിൽ നിന്നും കുക്കുംബറുകൾ പുറത്തെടുക്കുന്നത് ശൈത്യകാലത്തുമാണ്. ഈ 1100 ടാങ്കുകളിലും കുക്കുംബറുകൾ നിറയ്ക്കുവാൻ പ്രത്യേകതരം ക്രെയിനാണ് ഉപയോഗിക്കുന്നത്. കുക്കുംബർ നിറച്ച ശേഷം ഉപ്പുവെള്ളം നിറച്ച തടിയുടെ അടപ്പുകൾ ഉപയോഗിച്ച് ടാങ്കുകൾ അടച്ച് കുക്കുംബറുകൾ ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ഫ്രഷ് പിക്കിൾ നിർമ്മിക്കുന്നതിനും പ്രോസസ്ഡ് പിക്കിൾ നിർമ്മിക്കുന്നതിനും ഒരേ രീതിയാണ് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. ഫ്രഷ് കുക്കുംബറും പ്രോസസ്ഡ് കുക്കുംബറും ഒരേ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഫാക്ടറിയുടെ അകത്തേക്ക് അച്ചാർ നിർമ്മിക്കാൻ കുക്കുംബറുകൾ സ്വീകരിക്കുന്നതിന് മുന്നേ കുക്കുംബറുകൾ നന്നായിട്ട് കഴുകുന്നു. അതിനുശേഷം കുക്കുംബറുകൾ വിവിധ തരം അച്ചാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വിവിധ ആകൃതിയിൽ കട്ട് ചെയ്യപ്പെടുന്നു. കട്ട് ചെയ്യാതെയും കുക്കുംബർ ഉപയോഗിച്ച് അച്ചാർ നിർമ്മിക്കാറുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള കുക്കുംബർ ചൂടുവെള്ളത്തിലൂടെ കടത്തിവിട്ട് ബ്ലാഞ്ചിങ് എന്ന പ്രോസസ്സിന് വിധേയമാക്കി പാക്കിംഗ് യൂണിറ്റിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പാക്കിംഗ് യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പിക്കിൾ ജാറുകൾ ചെറിയ ക്രെയിനിന്റെ സഹായത്തോടെ പ്രൊഡക്ഷൻ ലൈനിലെ കൺവെയർ ബെൽറ്റിലേക്ക് വയ്ക്കുന്നു. കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങുന്നതിന് ഇടയിൽ ജാറുകൾ കഴുകുകയും അവയുടെ ഗുണമേന്മ പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം പാക്കിംഗ് ആരംഭിക്കുന്നു. കട്ട് ചെയ്യാത്ത കുക്കുംബറുകൾ ജാറുകളിൽ നിറയ്ക്കുന്നത് ഈ പ്രത്യേകതരം മെഷീന്റെ സഹായത്തോടെയാണ്. കുപ്പിയിൽ വീഴാത്ത കുക്കുംബറുകളെ മെഷീൻ വീണ്ടും ശേഖരിച്ച് കുപ്പികളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിറയ്ക്കും. അതിനുശേഷം കമ്പനിയിലെ സ്റ്റോപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ജീവനക്കാർ ജാറുകൾ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നിറഞ്ഞിട്ടില്ല എങ്കിൽ റബ്ബർ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് കുക്കുംബറുകൾ നന്നായിട്ട് ജാറുകളിൽ നിറയ്ക്കുന്ന ജോലി ഇവർ ചെയ്യും. ചില പ്രത്യേകതരം കുക്കുംബർ അച്ചാറുകൾ നിർമ്മിക്കുവാനുള്ള കട്ട് ചെയ്ത കുക്കുംബറുകൾ ജാറുകളിൽ നിറയ്ക്കുന്നത് മാനുവൽ ആയിട്ടാണ്. കമ്പനിയിലെ പരിചയ സമ്പന്നരായിട്ടുള്ള ജോലിക്കാർ സ്വന്തം കൈ ഉപയോഗിച്ച് ഒരു കുപ്പി നിറയ്ക്കുന്നതിനും 12 സെക്കൻഡാണ് എടുക്കുന്നത് കേട്ടോ. ജാറുകളിലേക്ക് കുക്കുംബർ നിറച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ജാറുകളിൽ പിക്കിൾ ജ്യൂസ് നിറയ്ക്കുന്നതാണ്. ഉപ്പുവെള്ളത്തിൽ വിവിധതരം സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്താണ് പിക്കിൾ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഈ പിക്കിൾ ജ്യൂസാണ് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഫ്ലേവർ നൽകുന്നത്. പിക്കിൾ ജ്യൂസ് തയ്യാറാക്കുന്നത് 1800 ലിറ്റർ ശേഷിയുള്ള മിക്സറിലാണ്. മിക്സറിലേക്ക് നിറയ്ക്കുന്നത് പിക്കിൾ ജ്യൂസിന്റെ പ്രധാന ചേരുവകളായിട്ടുള്ള വെള്ളവും വിനേഗറും ഉപ്പുമാണ്. നിർമ്മാണത്തിനിടയിൽ പിക്കിൾ ജ്യൂസിൽ ഉപ്പിന്റെയും വിനാഗിരിയുടെ അളവ് ലാബുകളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തും. അതിനുശേഷം മിക്സറിലേക്ക് പിക്കിൾ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ഫ്ലേവറുകളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിക്കിൾ ജ്യൂസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. ജാറുകളിൽ നിറച്ച കുക്കുംബറിലേക്ക് പിക്കിൾ ജ്യൂസ് നിറച്ചതിന് ശേഷം ജാറുകൾ അടപ്പുകൾ ഉപയോഗിച്ച് എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കും. നന്നായി അടയ്ക്കപ്പെട്ട ജാറുകൾ അടുത്തതായിട്ട് പാസ്ചറൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കും. അച്ചാറുകളുടെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പാസ്ചറൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നത്. 100 അടിയോളം നീളമുള്ള ഈ പാസ്ചറൈസേഷൻ ടണലിലൂടെ 10 വ്യത്യസ്തമായിട്ടുള്ള താപനിലകളിലൂടെ ജാറുകളെ കടത്തിവിട്ടിട്ടാണ് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്. പാസ്ചറൈസേഷൻ ടണലിൽ നിന്ന് പുറത്തുവരുന്ന ചൂടായ അച്ചാർ കുപ്പികളെ വേഗത്തിൽ തണുപ്പിക്കുന്നു. കുപ്പികളുടെ വലിപ്പം അനുസരിച്ചും പാസ്ചറൈസേഷൻ പ്രക്രിയ 1 മണിക്കൂറോളം സമയമെടുക്കാറുണ്ട്. പാസ്ചറൈസേഷൻ മെഷീനിൽ നിന്നും അച്ചാർ ബോട്ടിലുകൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഡിപ്പാർട്ട്മെന്റിലെത്തുന്നു. അവിടെ വെച്ച് കുപ്പികളിൽ ഓട്ടോമാറ്റിക് ലേബലിംഗ് മെഷീനുകൾ ലേബലുകൾ ഒട്ടിക്കുകയും അതിനുശേഷം മറ്റൊരു മെഷീൻ അച്ചാർ ജാറുകളിൽ പ്രൊഡക്ഷൻ കോഡ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഓരോ ജാറുകൾ എന്നാണ് പാക്ക് ചെയ്തത് എന്നും ഏത് ബാച്ചിലാണ് അവ പാക്ക് ചെയ്യപ്പെട്ടത് എന്നുമുള്ള വിവരങ്ങളാണ് പ്രൊഡക്ഷൻ കോഡിൽ ഉള്ളത്. നിർമ്മാണം പൂർത്തിയായ അച്ചാർ ബോട്ടിലുകൾ കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങി ഒടുവിൽ കാർബോർഡ് ട്രേകളിൽ പാക്ക് ചെയ്യപ്പെടുന്നു. കാർബോർഡിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് മൗണ്ട് ഒലിവ് കമ്പനിയിൽ അച്ചാർ ജാറുകളിൽ കാർബോർഡ് ട്രേകളിൽ പാക്ക് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാക്കിംഗ് മെഷീനാണ് അച്ചാർ ജാറുകളെ ഇതുപോലെ കാർബോർഡ് ട്രേകളിൽ സുരക്ഷിതമാക്കി പാക്ക് ചെയ്യുന്നത്. കുപ്പികൾ കാർബോർഡ് ട്രേകളിൽ പാക്ക് ചെയ്ത ശേഷം ട്രേകളിലും ഇതുപോലെ പ്രൊഡക്ഷൻ കോഡ് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ട്രേ നന്നായിട്ട് പൊതിയും. അതോടെ മൗണ്ട് ഒലിവ് കമ്പനിയുടെ കുക്കുംബർ അച്ചാർ ഉപഭോക്താവിന്റെ കൈകളിൽ എത്തുവാൻ തയ്യാറാകുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടറിയിലെ മാങ്ങ അച്ചാറും കുക്കുംബർ അച്ചാറൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും
നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.